ശ്രീറാം, നമ്മളുടെ പ്രൊഫഷണൽ ഡിഗ്രിയുടെ ഭാഗമായിട്ട് എഞ്ചിനീയറിംഗിന്റെ കൂടെ ഈ വർഷം മുതൽ നമുക്ക് ഇന്റേൺഷിപ്പുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതെ. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും അതില്ല. അത് നമുക്ക് ഉള്ള ഒരു പോരായ്മയെ തിരുത്തുന്നതല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ സ്കീമുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇന്റേൺഷിപ്പിന് പോകുന്നതിന്റെ ഒപ്പം തന്നെ കോളേജിൽ വന്ന് പഠിക്കുകയും വേണമായിരുന്നു. അപ്പൊ അവർക്ക് ലോങ് ടേം ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ആകെ ഷോർട്ട് ടേം 2 ആഴ്ചയുടെയോ അല്ലെങ്കിൽ 4 ആഴ്ചയുടെയോ ഇന്റേൺഷിപ്പുകൾ അവരുടെ അറ്റൻഡൻസിനെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സമ്മർ ബ്രേക്കിലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഈ 24 സ്കീം വന്നപ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല് അത് അവരുടെ കരിക്കുലത്തിൽ വന്നു. അപ്പൊ നേരത്തെ അത് ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. അപ്പൊ S7 S8 അത് ഫൈനൽ ഇയറിൽ അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തമായിട്ട് ആ സബ്ജക്റ്റുകൾ പഠിക്കാം. 4 വർഷത്തെ കോഴ്സിന്റെ ഭാഗമായി തന്നെ ഇന്റേൺഷിപ്പുകളും മാറി എന്നുള്ള അർത്ഥം. അത് അനിവാര്യതയാണ്, കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം നമ്മുടെ കുട്ടികൾ കോമ്പറ്റന്റ് ആവാത്തതിന് ഒരു റീസൺ അവരുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ അഭാവമാണ്. അത് ഇതോടെ മേക്കപ്പ് ചെയ്തു. കാരണം നമ്മളെ ഒരു MBBS അല്ലെങ്കിൽ മറ്റു നഴ്സിംഗ് പോലെയുള്ള പ്രൊഫഷണൽ ഡിഗ്രികളെ പോലെ തന്നെ എഞ്ചിനീയറിംഗും ഇനി മാറാൻ പോവുകയാണ്. അതൊരു പുതിയ ഒരു മാനം എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് കൊടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ 2024 കരിക്കുലത്തിൽ ഞാൻ മറ്റൊരു കാര്യം കണ്ടത്, നമ്മുടെ കോഴ്സുകളുടെ ഒപ്പം തന്നെ ആക്റ്റീവ് ലേണേഴ്സിനെയും പാസീവ് ലേണേഴ്സിനെയും വളരെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താണ് അതിൽ അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ച് ഈ വീക്ക് ലേണേഴ്സ്. അതെന്താന്ന് വെച്ചാല് ഇപ്പൊ അവര് എല്ലാ സബ്ജക്റ്റും പാസ്സായി. ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് 8th സെമസ്റ്റർ വരെ എല്ലാ സബ്ജക്റ്റും. ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആയിരിക്കും അവർക്ക് ടഫായിട്ട് പാസ്സാവാൻ പറ്റാതെ വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാം മോഡറേഷൻ കിട്ടുമോ, ഡിഗ്രി കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും കുട്ടികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ആ പ്രോബ്ലം ഇത്തവണ സോൾവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടാൻ വേണ്ട ക്രെഡിറ്റിൽ 10 ക്രെഡിറ്റ് റിലാക്സ് ചെയ്തു. അപ്പോ 170 ക്രെഡിറ്റ് ആണ് റിക്വയർ എന്നുണ്ടെങ്കിൽ ഒരു 160 കിട്ടിയ കുട്ടികൾക്കും ഡിഗ്രി അസൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി വീക്ക് ലേണേഴ്സ്, അതായത് ചില സബ്ജക്റ്റുകൾ വീക്കായിട്ട് പഠിക്കാൻ പ്രയാസം തോന്നുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു ഗുണകരമായ കാര്യമാണ്. അത് ചില കുട്ടികൾക്ക് ഈ തിയറി പേപ്പേഴ്സ് പഠിക്കാൻ പ്രയാസം, മാത്സ് പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് മാത്സ്. അപ്പോൾ ചിലപ്പോൾ ഒരു സബ്ജക്ട് മാത്സ് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ കുറെ തവണ സപ്ലി എഴുതി പാസ് ആവുന്നില്ല, എന്നാൽ കോഴ്സ് ഡ്യൂറേഷൻ അവസാനിക്കാറായി, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു റിലാക്സേഷൻ ആണ്. കാരണം ആ ക്രെഡിറ്റ് പോയാലും കുഴപ്പമില്ല, അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടും. അപ്പോൾ അതൊരു വീക്ക് ലേണേഴ്സിന് വേണ്ടിയുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതേപോലെ തന്നെ ആക്റ്റീവ് ലേണേഴ്സിനെയും പരിഗണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പോ S1 ഒരു കുട്ടി പഠിക്കുകയാണ്. ആ കുട്ടി നല്ല ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ കുട്ടിക്ക് S2 ചില സബ്ജക്റ്റുകളിൽ S1 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എഴുതാം. അതായത് S2 ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. S2 ക്ലാസ്സിൽ ഇരിക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അതിലെ ചില സബ്ജക്റ്റുകൾ, എല്ലാ സബ്ജക്റ്റും പറ്റില്ല, ചില സബ്ജക്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്ത് വെച്ചാൽ ആ സമയത്ത് അവര് പാസ്സാവുകയാണെങ്കിൽ S1 തന്നെ ആ S2 സബ്ജക്ട് പാസ്സായാല് S2 ഈ സബ്ജക്ട് വരുന്ന ഇവർക്ക് വല്ല ആഡ് ഓൺ കോഴ്സോ അങ്ങനെ മൂക്ക് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഓൺലൈൻ കോഴ്സസ് അവർക്ക് ആ സമയത്ത് ചെയ്താൽ മതി. അപ്പൊ അഡീഷണലി അവർക്ക് ഒരു സാധനം ഏൺ ചെയ്യാൻ അവരുടെ അവർക്ക് അതൊരു വലിയ ഓവർലോഡ് ആയിട്ടുള്ള ഫീലും ഇല്ല. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ട് നമുക്ക്. ഇപ്പൊ മാത്സ് ഒക്കെ നല്ല ബ്രൈറ്റ് ആണ്, അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് മുന്നത്തെ സമയത്ത് തന്നെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. സോ അത് ആക്റ്റീവ് ലേണേഴ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞത് തീർച്ചയായിട്ടും വീക്ക് ലേണേഴ്സിനാണ്. അപ്പൊ രണ്ടുപേരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ റെഗുലേഷൻ ആണ് 24 സ്കീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം ഇതിനകത്ത് അട്രാക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് 2024 തോന്നിയിട്ടുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ മൂക്ക് കോഴ്സുകൾ അതുപോലെ തന്നെ ഉള്ള കുറെ കോഴ്സുകളൊക്കെ ഈ തുടക്കം മുതൽ അവരെ കരിയർ എൻഹാൻസ്മെന്റിന് വേണ്ടുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത്. അത് റീസെന്റ് ആയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അത് എല്ലാ യൂണിവേഴ്സിറ്റികളും അതിന് നിർബന്ധിതരായിരിക്കണം. കാരണം കുട്ടികൾക്ക് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് നിർബന്ധമാണ്. കാരണം തിയററ്റിക്കൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക് അവരുടെ കരിക്കുലത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കണം എന്താ, നമ്മുടെ കുട്ടികൾ ഒരു ജോബ് മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവർക്ക് ലാക്ക് ഓഫ് സ്കില്ലാണ്. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ഹാക്കിംഗ് സ്കില്ലോ എത്തിക്കൽ ആയിട്ടുള്ള ഹാക്കിംഗ് സ്കില്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അവർ നന്നായി പഠിച്ച് പാസ്സാവുന്നുണ്ടാവാം, പക്ഷെ സ്കില്ലിന്റെ ഒരു അഭാവം നമ്മുടെ കുട്ടികളുടെ പഠന രീതിയിൽ ഉണ്ട്. അത്
എങ്ങനെ ഓവർകം ചെയ്യാം. അതിനു വേണ്ടി ചെയ്തത് എന്താ വെച്ചാൽ അത് കരിക്കുലത്തിൽ കൊണ്ടുവരികയാണ്. കരിക്കുലത്തിൽ കൊണ്ടുവരുമ്പോൾ അത് ക്ലാസ്സിൽ എടുത്തു കൊടുക്കുകയല്ല, മറിച്ച് അതൊരു ഓൺലൈൻ കോഴ്സായിട്ടോ മൂക്ക് കോഴ്സൊക്കെ ആയിട്ട് അത് നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. അതിന് ഉദാഹരണം ഡിജിറ്റൽ 101, നാസ്കോം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും അതുപോലെ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചും ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ചെല്ലാം ഉള്ള ഒരു ഡീറ്റെയിൽ 30 അവർ കോഴ്സ് എല്ലാ കുട്ടികളും നിർബന്ധിതമായിട്ട് പഠിച്ചിരിക്കണം. അതൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ്. ഇതേപോലെ തന്നെ എല്ലാ ഇയറുകളിലും നിർബന്ധിതമായ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പരിധി വരെ ഈ പ്രോബ്ലം ഓവർകം ചെയ്യും തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിൽ ഈ കുട്ടികൾക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ 4 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടും അതുപോലെ തന്നെ സ്കില്ലും എല്ലാം കൂടെ കുട്ടികളായിട്ട് മാറും. അത് അങ്ങനെയാണ് ഒരു കരിക്കുലം. ഈ ആധുനിക കാലത്ത് നമുക്ക് ഇങ്ങനെ പോയാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പഴയ രീതിയിലുള്ള പരീക്ഷ എഴുത്തു മാത്രമായിട്ട് പോരാ. കുറെ കുട്ടികൾ ഓൺലൈനായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് അവർക്ക് അവരുടെ സ്കില്ലിനെ മനസ്സിലാക്കി സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ഇതൊക്കെ നമുക്ക് അനിവാര്യതയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി 2024 കരിക്കുലത്തിന്റെ ഭാഗമായി, റെഗുലേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കിൽ എൻഹാൻസ്മെന്റ് ആക്ടിവിറ്റീസും മറ്റെല്ലാം അതിന് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഏർനാഡ് നോളജ് സിറ്റി ഇത്തരത്തിലുള്ള സാധ്യതകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നത്? തീർച്ചയായും നമ്മൾ ഒരുപാട് NSS ഒരു നമ്മുടെ സൊസൈറ്റിയെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ് NSS, നാഷണൽ സർവീസ് സ്കീം. അതിന് 2 യൂണിറ്റുകളുണ്ട് നമുക്ക്, 247, 514. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പോൾ അവർ സാമൂഹികപരമായ ഇഷ്യൂസ് ഇടപെടുകയും അതിൽ വേരിയസ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ അല്ലാത്ത പ്രൊജക്ടുകളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയാണ്. അത് സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ്. ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. ഈ ഹൈവേയുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് അവര് അത് മനസ്സിലാക്കണം. കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് മനസ്സിലാക്കണം. അത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അവരുടെ പഠനത്തിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ശരിക്കും അവർ ചെയ്യണത് എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളെ അവിടെ കൊണ്ടുപോകുന്നു, അവിടുത്തെ മറ്റേ എഞ്ചിനീയേഴ്സുമായിട്ട് സംവദിക്കുന്നു, അവർ നേരിട്ട് കണ്ട് എങ്ങനെയാണ് ഹൈവേയുടെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അത് അവരുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതൊരിക്കലും അവരുടെ കരിക്കുലത്തിൽ വരുന്ന കാര്യമല്ല. അതാണുള്ളത്. അതുപോലെ കുട്ടികളുടെ ആർട്സ് ബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ എല്ലാ കൊല്ലം ആർട്സ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ആർട്സ് ഫെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ട്, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ. അതുപോലെ കുട്ടികൾക്ക് എഴുതാൻ കഴിവുള്ള കുട്ടികൾ, സാഹിത്യപരമായിട്ട് ഉള്ള കുട്ടികൾ, കലാപരമായിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ അതിനുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ കായികപരമായിട്ട് കുട്ടികളുടെ കഴിവുകൾ പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള കോച്ചിങ്, ഫുട്ബോൾ കോച്ചിങ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ കരിക്കുലം മാത്രമല്ല, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെയധികം ഇമ്പോർട്ടന്റോട് കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ കണക്കാക്കി വരുന്നത്. നമ്മൾ അതിന്റെ ഒപ്പം ഇപ്പൊ നമ്മൾ സ്കിൽ എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് ഒരു ഹബ്ബാണല്ലോ ഏർനാഡ് നോളജ് സിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ റീസെന്റ് നമ്മുടെ S6 കുട്ടികൾ 6ാമത്തെ സെമസ്റ്ററിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് EC കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ഗ്ലോബൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 14 ഡേയ്സ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു. വളരെ നല്ല ഫീഡ്ബാക്കാണ് അതിനെക്കുറിച്ച് കിട്ടിയത്. അത് അതിലവര് അക്വയർ ചെയ്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരുടെ പ്രൊജക്റ്റും ചെയ്തത്. അവർക്ക് കരിക്കുലത്തിലുള്ള പ്രൊജക്റ്റ് അവർ ചെയ്തത് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് അവര് മനസ്സിലാക്കിയിട്ടുള്ള ആ പ്രൊജക്ട് ടൂൾ യൂസ് ചെയ്തിട്ടാണ് അവർ ആ മിനി പ്രൊജക്ട് ചെയ്തത്. അപ്പൊ എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു മിനി പ്രൊജക്ട് ചെയ്യണ പോലെയല്ല, അവരൊരു കാര്യം അക്വയർ ചെയ്തു, ആ അക്വയർ ചെയ്ത കാര്യം എങ്ങനെ ഉപയോഗിക്കാന്നും കൂടെ അവര് ആ പ്രൊജക്റ്റിലൂടെ മനസ്സിലാക്കുകയും ചെയ്തു. അത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു കാര്യമാണ്. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടി ഡിഫറെന്റ് പ്രോഗ്രാംസ് നമ്മൾ IIT എന്നൊക്കെ നമ്മുടെ ഫാക്കൽറ്റീസ് ഇവിടെ വരുന്നത്, അവർ ഗേറ്റ് അവയർനെസ് സെഷൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടികള് ഹയർ സ്റ്റഡീസിന് പോകുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതൊരു പ്രോബ്ലമാണ് യഥാർത്ഥത്തിൽ. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, IIT-ലും NIT-ലും ഒക്കെയുള്ള നമ്മുടെ പ്രൊഫസർമാര് വന്നിട്ട് അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഗേറ്റ് എഴുതുന്നതിന്റെ ആവശ്യകത എന്താണ്, ഗേറ്റ് എഴുതിയത് കൊണ്ട് അവർക്ക് ഹയർ സ്റ്റഡീസ് മാത്രമല്ല പല കമ്പനികളും ഗേറ്റ് സ്കോർ നോക്കിയിട്ടാണ് അവിടെ ഹയർ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള അവയർനെസ് സെഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഇതിനോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ ബോഡീസ് ഒരുപാട്
മേഖലകളിലുണ്ട്. കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗിനാണെങ്കിലും മെക്കാനിക്കലിനാണെങ്കിലും ഒക്കെ. അപ്പൊ നമ്മളും പല ബോഡീസിലും അതിന്റെ സാധ്യതകളൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇവിടെ IEDC ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓണ്ടർപ്രനർ ആൻഡ് ഡെവലപ്മെന്റ് സെല്ല്. അത് ആ ബോഡി വർക്ക് ചെയ്യുന്നത് കുട്ടികളുടെ സ്റ്റാർട്ടപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ IEDC വളരെ ആക്റ്റീവ് ആയിട്ടാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഗവൺമെന്റുമായിട്ട് സംയോജിച്ചതാണ്. ED ക്ലബ്ബ് നമ്മുടെ വളരെ ഡെവലപ്മെന്റ് സെൽ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് നമ്മൾ ടൈപ്പിൽ ചെയ്യുന്നതാണ് ED ക്ലബ്ബ്. ഒരുപാട് ഫണ്ടിങ്ങും ഗവൺമെന്റ് ഫണ്ട് ഉണ്ട്. ഓരോ വർഷവും ഇതിലെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനും വേണ്ടിയൊക്കെ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് ഭയങ്കരമാണ്. അത് നോട്ട് ഓൺലി അവർക്ക് അതൊരു അവരുടെ ഒരു അക്വയറിന് പകരം, സ്കിൽ അക്വയറിന് പകരം ഇതിന്റെ കോർഡിനേഷൻ മികവ്, ഒരു പ്രോഗ്രാം എങ്ങനെ കണ്ടക്ട് ചെയ്യാം, അതൊരു വലിയ കഴിവാണ് യഥാർത്ഥത്തിൽ. IEDCയിലെ മാനേജീരിയൽ കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ കാണുകയാണ്. നമ്മുടെ പല കുട്ടികളും ഇപ്പോൾ പല പൊസിഷനിലും പല കമ്പനികളുടെയും ടോപ്പ് പൊസിഷനിൽ എത്തുമ്പോൾ അവരുടെ മാനേജിങ് സ്കില്ല് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് അവർ IEDCയിലെ മെമ്പർ ആയിരുന്നു, അവർ IISCയിലെ മെമ്പർ ആയിരുന്നു. അതുപോലെ സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അസോസിയേഷൻസ് ഉണ്ട്, അവരുടെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അസോസിയേഷൻസ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻസിന്റെ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യാണ്. അതിൽ നിന്നൊക്കെ അക്വയർ ചെയ്ത ഈ മാനേജിങ് സ്കില്ലാണ് അവർ നാളെ ഒരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു കോളേജിന്റെ ഭാഗമായതിൽ നമുക്ക് അഭിമാനം തോന്നുകയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ കൺവേ ചെയ്യുന്നത് ഇതാണ്, കുട്ടികളുടെ ജസ്റ്റ് അക്കാഡമിക് സ്കില്ല് മാത്രമല്ല, അവരുടെ ഒരു ഫ്യൂച്ചർ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ക്യാമ്പസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്.